അഡ്വക്കേറ്റ് അബിൻ വർക്കി, ഇപ്പോ BJP പ്രതീക്ഷ വെക്കുന്ന 3 മണ്ഡലങ്ങളും തൃശ്ശൂരാകട്ടെ, തിരുവനന്തപുരമാകട്ടെ, ആറ്റിങ്ങലാകട്ടെ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മണ്ഡലമാണ്. ഇപ്പോൾ അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ പറയാണ് UDFന്റെ സ്ഥാനാർത്ഥിക്ക് അവിടെ മത്സരിക്കാൻ തന്നെ താല്പര്യമുണ്ടായിരുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു സമവാക്യം ഉണ്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാൻ ഉള്ള തീരുമാനമെടുത്തു എന്ന ആരോപണം അടക്കം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നു. അതിന്റെ പേരിൽ പ്രചാരണത്തിലടക്കം പിന്നിട്ട് നിന്നിട്ടുണ്ട് എന്നാണ് BJPയുടെ ആരോപണം. അപ്പോൾ നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് ഈ 3 സീറ്റുകൾ BJP നേടുകയാണ് എങ്കിൽ ഉണ്ടാകുന്ന രാഷ്ട്രീയ വിമർശനം എന്താണ്? നിങ്ങൾക്ക് കുത്തിയാൽ അത് BJPക്കാണ്, നിങ്ങൾ വഴിവെക്കുന്നത് BJPക്കാണ് എന്നുള്ള രീതിക്ക്. ഒന്നാമത്തെ കാര്യം, ഇത് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലാത്തൊരു കാര്യമായതുകൊണ്ട് നമ്മൾ കൂടുതൽ ഹൈപ്പോത്തറ്റിക്കലായിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം. പിന്നെ ഇവിടെ ഇപ്പോൾ നിങ്ങൾ ഈ സർവേനെ കുറിച്ചൊക്കെ പറയുമ്പോൾ, ഇപ്പോൾ ഇന്ത്യ ടുഡേയുടെ സർവേയിലാണ് ഈ 27% എന്നൊക്കെ പറയുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ത്യ ടുഡേയുടെ ഒരു സർവേയുടെ ഇന്ന് ഞാൻ കണ്ട ഒരു വാർത്ത, അതായത് ഇവർ ബീഹാറിൽ LJPക്ക് കൊടുത്തിരിക്കുന്ന സീറ്റുകളുടെ എണ്ണം 6ആണ്. സത്യത്തിൽ LJP അവിടെ 5 സീറ്റിലേ മത്സരിക്കുന്നുള്ളൂ. ഇങ്ങനെ പല സ്ഥലങ്ങളിലും ഫാക്ച്വറായ പല എററുകളുമുള്ള ഒരു സർവേ ഫലമാണ് എന്നുള്ളതും ഏതാണ്ട് 90-100 സീറ്റുകൾക്കടുത്ത് വരെ ചാൻസസ് ഓഫ് എറർ വരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് പോലും ഈ മാധ്യമ രംഗത്തെ അല്ലെങ്കിൽ ഇന്ത്യ ടുഡേയുമായിട്ട് തന്നെ ബന്ധപ്പെട്ട ആളുകൾ തന്നെ പറഞ്ഞിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, എൻ്റെ പരിമിതമായ അറിവ് വെച്ച്. അത് എന്തും ആയിക്കൊള്ളട്ടെ, ഞാൻ എക്സിറ്റ് പോൾ ഫലങ്ങളൊന്നും കൂടുതൽ ഇവിടെ ഡിപ്പെൻഡ് ചെയ്ത് സംസാരിക്കുന്നില്ല. പിന്നെ ശ്രീ ഗോപാലകൃഷ്ണൻ അദ്ദേഹം ഇവിടെ ഒരു ബെറ്റിൻ്റെ കാര്യം പറഞ്ഞു. അതെ, ഞാൻ ബെറ്റ് വെച്ചിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം മറ്റൊരു ചാനലിൻ്റെ ചർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രീ ഗോപാലകൃഷ്ണനുമായി ഒരു ബെറ്റ് വെച്ചിരുന്നു. ആ ബെറ്റിൽ പറഞ്ഞത് ഇങ്ങനെ തന്നെയാണ്: ഇന്ത്യ മുന്നണി 295-300 സീറ്റുകളോടെ അധികാരത്തിൽ വരും. BJP 230 ക്രോസ് ചെയ്യില്ല. BJP അധികാരത്തിൽ വരില്ല. ഈ ബെറ്റിൽ ഞാൻ തോൽക്കുകയാണെങ്കിൽ ആ ചർച്ച നടത്തിയ ആങ്കറായ ഹാഷ്മി താജ് ഇബ്രാഹിമിന് ഞാനൊരു ബിരിയാണി മേടിച്ചു കൊടുക്കാമെന്നും, ഇനി ഞാൻ തോറ്റു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പരസ്യമായി എൻ്റെ കണക്ക് തെറ്റിപ്പോയി എന്ന് ഞാൻ ആ ചാനലിൽ വന്ന് ചർച്ചയുടെ ഇടയ്ക്ക് പറയാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഞാൻ ഉത്തമ ആത്മവിശ്വാസത്തോടുകൂടെ ഇപ്പോഴും ഈ നിമിഷവും ആ ബെറ്റിൽ ഞാൻ നിൽക്കുന്നു. ഉറപ്പായി 4-ാം തീയതി ഞാൻ ആ ബെറ്റിൽ വിജയിക്കുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഞാൻ വിജയിക്കുകയും ചെയ്യും. അതുകൊണ്ട് ആ ബെറ്റിൻ്റെ കാര്യത്തിൽ ഒരു സംശയവും താങ്കൾക്ക് വേണ്ട. ഇനി രണ്ടാമത്തെ കാര്യം, താങ്കൾ ആറ്റിങ്ങലുമായി ബന്ധപ്പെട്ട് നടത്തിയ കാര്യം. അപ്പോൾ ആറ്റിങ്ങലുമായി ബന്ധപ്പെട്ട് മറ്റു ചില വാർത്തകളും വന്നിരുന്നു ശ്രീ ഗോപാലകൃഷ്ണൻ, താങ്കൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടായിരിക്കും. തിരുവനന്തപുരത്തെ RSSകാരെയും BJPക്കാരെയും മുഴുവൻ ആറ്റിങ്ങലിലേക്ക് പ്രവർത്തനത്തിന് കൊണ്ടുപോയത് കാരണം ശ്രീ രാജീവ് ചന്ദ്രശേഖർ BJPയുടെ ഉള്ളിൽ പരാതി പറഞ്ഞുവെന്നും അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് അനിയന്ത്രിതമായ പണം, നിയന്ത്രിതമായിട്ടുള്ളതല്ല, അനിയന്ത്രിതമായി, കാരണം എന്താണെന്ന് അറിയാം, ഈ കർണാടകയിലൊക്കെ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ട ചിലവ് എന്ന് പറഞ്ഞാൽ അത് വളരെ കൂടുതലാണ്. ആ ചിലവുമായി താരതമ്യപ്പെടുത്തിക്കൊണ്ടാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിൽ പണം ഒഴുക്കിയത് എന്നും അത് BJPയുടെ പല നേതാക്കന്മാരും അനിയന്ത്രിതമായ പണം മേടിച്ചുവെന്നും എന്നിട്ടും RSS പ്രവർത്തകരെല്ലാം ആറ്റിങ്ങലിൽ ശ്രീ മുരളീധരന് വേണ്ടി പ്രവർത്തിക്കാൻ പോയി എന്നുമൊക്കെ പല വാർത്തകളും ഉണ്ടായിരുന്നു. എന്നിട്ട് നിങ്ങൾ തിരുവനന്തപുരം ജയിക്കും എന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് വാർത്തകളൊക്കെ എല്ലാ പത്രങ്ങളിലും മാറിയും മറിഞ്ഞും ഒക്കെ വരും. അതിനെയൊന്നും നമ്മൾ കൂടുതലൊരു ചർച്ചയിൽ ആധികാരികതയ്ക്ക് വേണ്ടി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ വസ്തുതാപരമായി ചിന്തിച്ചാൽ കൃത്യമായി എനിക്ക് ഉത്തരം പറയാൻ സാധിക്കും. ഈ 3 പാർലമെൻറ്റ് മണ്ഡലത്തിലും അത് ഉറപ്പായിട്ട് ഞാൻ തിരുവനന്തപുരത്തെ കാര്യം പറയാം. തിരുവനന്തപുരത്ത് ഒരു കാരണവശാലും ശ്രീ ശശി തരൂർ പരാജയപ്പെടാൻ പോകുന്നില്ല. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സിറ്റ് പോൾ കണക്ക് പ്രകാരമാണെങ്കിൽ മറ്റു പലരും ഇപ്പോൾ MP ആയിട്ട് ഇരിക്കേണ്ടതാണ്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ ഞാൻ കണ്ട എക്സിറ്റ് പോളിൽ 30,000 മുതൽ 40,000 വോട്ടിന് വരെ BJP സ്ഥാനാർത്ഥി തിരുവനന്തപുരത്ത് ജയിക്കുമെന്നുള്ള എക്സിറ്റ് പോൾ ഫലങ്ങളുണ്ടായിരുന്നു. പക്ഷേ കണക്ക് വന്നപ്പോൾ അവസാനം 1 ലക്ഷം വോട്ടിന് ശശി തരൂർ ജയിക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് എക്സിറ്റ് പോളുകളെയും മറ്റു കാര്യങ്ങളെയും ഒക്കെ നമുക്ക് മാറ്റിവെച്ചുകൊണ്ട് 4-ാം തീയതി ഏതായാലും കൃത്യമായ കണക്കുകളും കൃത്യമായ വസ്തുതാപരമായ പോളിംഗ് ഫലവും പുറത്തു വരുമ്പോൾ നമുക്കിതിനെപ്പറ്റി കൂടുതൽ വിശകലനം ചെയ്യാം. പക്ഷേ ഞങ്ങൾ ഉറച്ച പ്രതീക്ഷയിലാണ്, തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. 295 മുതൽ 300 സീറ്റ് വരെ കിട്ടിക്കൊണ്ട് ഞങ്ങൾ അധികാരത്തിൽ വരുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. പിന്നെ പല സംസ്ഥാനങ്ങളിലും ശ്രീ ഫസൽ ഗഫൂർ സാർ പറഞ്ഞതുപോലെ പല സംസ്ഥാനങ്ങളിലെയും കണക്കുകളിൽ ഞങ്ങൾക്ക് തികച്ചും മറ്റഭിപ്രായങ്ങളാണുള്ളത്. അതിപ്പോൾ മഹാരാഷ്ട്ര ആയിക്കൊള്ളട്ടെ, അത് UP ആയിക്കൊള്ളട്ടെ, ബീഹാർ ആയിക്കൊള്ളട്ടെ, പല സംസ്ഥാനങ്ങളിലെയും തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് കിട്ടിയ വിവരം മറ്റൊന്നാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പ്രതീക്ഷകളുമായി മുന്നോട്ട് പോവുകയാണ്. ബാക്കി 4-ാം തീയതിയുടെ റിസൾട്ടിന് ശേഷം സംസാരിക്കാം.